നേതാക്കന്മാർക്ക് ബക്കറ്റ് പിരിവിനിറങ്ങാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പോലീസുകാർക്കായിക്കൂടാ? പിടിപ്പേട് കൊണ്ട് പ്രതി ചാടിപ്പോയി. പിരിവ് നടത്തിയിട്ടാണെങ്കിലും പിടിക്കാൻ പിരിച്ച് ചെലവാക്കിയത് 3 ലക്ഷം രൂപ. ചാടിപ്പോയ തടവുകാരനെ അസമിലെത്തി പിടികൂടി നടപടിയിൽ നിന്ന് ഒഴിവാകാൻ ജയിലുകളിൽ ജീവനക്കാരുടെ അനധികൃത പണപ്പിരിവ്. 3 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചതിൽ ക്രമക്കേട് ആരോപിച്ച് ജയിൽ ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ച തുടങ്ങി. കോട്ടയം ജില്ലാ ജയിലിൽ ലഹരിക്കടത്തിനും മോഷണത്തിനും റിമാൻഡിൽ കഴിയവേ കഴിഞ്ഞ 30-ന് ജയിൽ ചാടിയ അമീറുൽ ഇസ്ലാമിനെ 19-നാണ് അസമിൽ നിന്ന് പിടികൂടിയത്. ജയിൽ ചാട്ടത്തിൽ നടപടിയും അനധികൃത പണപ്പിരിവിനെ കുറിച്ച് അന്വേഷണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ജയിൽ മതിലിന്റെ ഉയരക്കുറവ് മുതലെടുത്താണ് പ്രതി രക്ഷപ്പെട്ടത്. ജയിൽ ചാട്ടം അന്വേഷിക്കേണ്ടത് പോലീസ് ആണെങ്കിലും വകുപ്പ് തല അന്വേഷണവും നടപടിയും വരുമെന്ന് മനസ്സിലായതോടെ ജയിൽ ഉദ്യോഗസ്ഥർ അനധികൃത പണപ്പിരിവ് നടത്തി നിയമവിരുദ്ധ നീക്കത്തിന് മുതിരുകയായിരുന്നു. മേലുദ്യോഗസ്ഥരും ഒത്താശ ചെയ്തു. യാത്രാ ചെലവിന് പണം കണ്ടെത്താൻ വിവിധ ജയിലുകളിലെ പരിചയക്കാരായ ഉദ്യോഗസ്ഥരെ ചേർത്ത് എസ്കേപ്പ് ആൻഡ് റീ അറസ്റ്റ് എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഗൂഗിൾ പേ നമ്പർ നൽകി പണം അയക്കാൻ അഭ്യർത്ഥിച്ചു. 3 ലക്ഷത്തോളം രൂപ ലഭിച്ചതിൽ ഏറെയും എത്തിയത് അഴിമതിക്കു പേരുകേട്ട ചില ജയിലുകളിൽ നിന്നാണ്. തടവുകാരിൽ നിന്ന് പോലും പണപ്പിരിവ് നടത്തിയെന്നാണ് വിവരം. തുടർന്ന് 2 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാർ 2 പോലീസുകാരെയും കൂട്ടി വിമാനത്തിൽ അസമിലെത്തി. പ്രതിയെ കണ്ടെത്താനാകാതെ മടങ്ങി. ഏതാനും ദിവസത്തിനു ശേഷം പ്രതി അസം പോലീസിന്റെ പിടിയിലായപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർ വീണ്ടും വിമാനമാർഗം അസമിലെത്തി പ്രതിയെ വിമാനത്തിൽ തന്നെ തിരികെ എത്തുകയായിരുന്നു.